നാസിക്കിലെ DCS BPOയിൽ നടന്ന ലൈംഗിക അതിക്രമ മതപരിവർത്തന കേസുകളിൽ ഒളിവിലുള്ള പ്രതി നിദാ ഖാനായി തിരച്ചിൽ തുടരുകയാണ്. കമ്പനിയിലെ HR മാനേജറായിരുന്ന നിദാ ഖാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് നാസിക്കിലെ കോടതി പരിഗണിക്കും. കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതികളുടെ ബന്ധുക്കൾ പറയുന്നത്. ഹാഷ്മി, ഇന്നിപ്പോൾ നാസിക്കിലെ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും പറയുന്നത് താൻ ഗർഭിണിയാണ്, ഈ ഗർഭത്തിന്റെ ആദ്യ ആഴ്ചകളിലാണ് താനിപ്പോൾ ഉള്ളത് എന്നതാണ് ഇതിൽ നിദാ ഖാൻ പറയുന്നത്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നിദാ ഖാന്റെ അഭിഭാഷകർ മൂവ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇവിടെയാണ് നിദാ ഖാൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വിവരമില്ല. പോലീസ് ഇന്നലെ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. മുംബൈക്കടുത്ത് ഭീവണ്ടി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിദാ ഖാൻ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് കണ്ടിരുന്നു. ചില ഡിജിറ്റൽ തെളിവുകളും ചില ഡിജിറ്റൽ ഫുട് പ്രിന്റ്സും ലഭിച്ചു എന്നതാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെയാണ് ഭീവണ്ടിയിലേക്ക് എത്തിയത്. പക്ഷേ വ്യാപകമായി പരിശോധന നടത്തിയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നിദാ ഖാന്റെ പ്രൊഫൈൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴുമുണ്ട്. HR മാനേജർ എന്നതാണ് പൊതുവെ വാർത്താ ഏജൻസികൾ അടക്കം നൽകിയത്. പക്ഷേ ചില മാധ്യമങ്ങൾ പറയുന്നു അവർ ഒരു ടെലികോളർ ആയിരുന്നു, അവിടെ മറ്റൊരു പ്രൊഫൈലായിരുന്നു അവർ ജോലി ചെയ്തത് എന്നതാണ്. ഏതായാലും അവർ ഈ റാക്കറ്റിന്റെ ഈ ഒരു സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നതാണ് അവർക്കെതിരെയുള്ള ആരോപണം. ഇങ്ങനെ പരാതി ഉയർന്നപ്പോഴൊക്കെ അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നതും ഈ പ്രതികളുമായി ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെ അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് ഇവർ പ്രേരിപ്പിച്ചു, ഈ നിദാ ഖാൻ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ളതാണ് അവർക്കെതിരായ ആരോപണം. അതേസമയം ഈ കേസിൽ പ്രതികളായവരുടെ, ഇപ്പോൾ അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതാണ്. ബജ്രംഗ് ദൾ അടക്കമുള്ള പാർട്ടികളൊക്കെ സംഘടനകളൊക്കെ ഇതിൽ ഇടപെട്ടതൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു തിരക്കഥ ഇതിന് പുറകിലുണ്ട് എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. ഏതായാലും ഇപ്പോൾ നിദാ ഖാനെ കൂടി കണ്ടെത്തിയാൽ കേസിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണുകൂടി പിടിയിലാകും എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇതുവരെ 7 പേർ പിടിയിലായിട്ടുണ്ട്.